ഹലോ നമസ്കാരം, എല്ലാവർക്കും RT മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ LGSുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. LGS റാങ്ക് ലിസ്റ്റിലെ 2 റാങ്ക് ലിസ്റ്റിലെ സാധ്യതകളാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഓരോ 2 ലിസ്റ്റിലും കഴിഞ്ഞ 2 ലിസ്റ്റിൽ എത്രത്തോളം നിയമനങ്ങൾ നടന്നു, അതനുസരിച്ച് ഈ ലിസ്റ്റിൽ നിന്ന് എത്രത്തോളം നിയമനങ്ങൾ നടക്കും എന്ന കാര്യങ്ങളാണ് നമ്മൾ ഓരോ ഇലക്കങ്ങളായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ LGSൻ്റെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വാർത്തകൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ലിസ്റ്റ് തുടങ്ങിയത് നമുക്കറിയാം ഈ 18-ാം തീയതിയാണ്, ജൂലൈ 18 അത് ആ മാസത്തിൽ തന്നെ നല്ല രീതിയിൽ വേക്കൻസി റിപ്പോർട്ടിങ് നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്തയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. LGS 1.5 മാസത്തിൽ 1000-ലധികം ഒഴിവ് എന്നുള്ളത്. നമ്മുടെ ഈ ലിസ്റ്റ്, കഴിഞ്ഞ ലിസ്റ്റ് റദ്ദായ ദിവസം വന്നത് 103 ഒഴിവാണ്. ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് തസ്തികയുടെ 1000-ലധികം ഒഴിവുകൾ ജൂൺ ജൂലൈ മാസങ്ങളിൽ വിവിധ വകുപ്പുകളിൽ PSC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 14 ജില്ലകളായി ജൂണിൽ 284 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ജൂലൈയിൽ 17 ദിവസങ്ങളായി 641 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തു എന്നാണ് PSC പറയുന്നത്. ഇതിൽ 103 ഒഴിവും റാങ്ക് ലിസ്റ്റ് അവസാനിച്ച ജൂലൈ 17-നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നല്ല രീതിയിൽ ജൂലൈ മാസത്തിൽ റിപ്പോർട്ടിംഗ് നടന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അപ്ഡേറ്റൊക്കെ നമ്മൾ വെബ്സൈറ്റിൽ വരുന്നേ ഉള്ളൂ. അഡ്വൈസ് പ്രോസസ്സുകളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതിലേക്കൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോട്ടയം ജില്ലയുടെ കാര്യങ്ങളാണ്. കോട്ടയം ജില്ലയുടെ മെയിൻ ലിസ്റ്റിൽ 517 പേരുണ്ട്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 529 പേര്, ഡിഫറൻ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ 22 പേര്, അങ്ങനെ ടോട്ടൽ 1068 പേരുണ്ട്. കോട്ടയം ജില്ലയിൽ ആദ്യത്തെ അഡ്വൈസ് വന്നത് 6/10/2022 6/10/2022. ലിസ്റ്റ് വന്നത് നമുക്കറിയാം 18/7/2022. അത് കഴിഞ്ഞ് ജൂലൈ കഴിഞ്ഞു, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിലാണ് വന്നത്. അന്ന് 79 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തത്. 79 വേക്കൻസി. അതിൽ തന്നെ ഓപ്പൺ കോമ്പറ്റീഷൻ 57-ാം റാങ്ക് വരെ, മുസ്ലിം 83, ഈഴവ 68, OBC 65, അങ്ങനെയായിരുന്നു റാങ്കുകൾ വന്നിരുന്നത്. നമുക്ക് അറിയാം. കഴിഞ്ഞ ലിസ്റ്റിൽ അവസാനത്തെ അഡ്വൈസ് വന്നിരിക്കുന്നത് 9/7/2025. നമ്മളിപ്പോൾ ഡീറ്റെയിൽസ് പ്രകാരം, അതായത് ജൂലൈ 9 വരെ, അന്ന് 32 വേക്കൻസിയിലേക്കാണ് 3/7/2025 വരെയുള്ള വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. 3/7/2020, അതായത് ജൂലൈ 3 വരെയുള്ള വേക്കൻസികൾ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമുള്ള വേക്കൻസി ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ വാർത്തയിൽ പറഞ്ഞ അവസാനത്തെ ദിവസങ്ങളിൽ നല്ല രീതിയിൽ റിപ്പോർട്ടിംഗ് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇനി വരാനുണ്ട്. കഴിഞ്ഞ ലിസ്റ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ അഡ്വൈസ് വന്നിരിക്കുന്നത് 477 477. അത് ഓരോ കാറ്റഗറി വെച്ച് നോക്കുകയാണെങ്കിൽ മെയിൽ കാറ്റഗറി ഞാൻ വായിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് ഫീമെയിൽ കാറ്റഗറി താഴെ കാണാം. ഓപ്പൺ കോമ്പറ്റീഷൻ 407-ാം റാങ്ക് വരെ, ഈഴവ 407, SC സപ്ലിമെൻ്ററി ലിസ്റ്റ് 13, ST സപ്ലിമെൻ്ററി ലിസ്റ്റ് 13, മുസ്ലിം സപ്ലിമെൻ്ററി ലിസ്റ്റ് 3, LCO റാങ്കുകളുണ്ട് സപ്ലിമെൻ്ററി ലിസ്റ്റ് 5, OBC സപ്ലിമെൻ്ററി ലിസ്റ്റ് 18, വിശ്വകർമ്മ 390, SIC നടർ 418, SCCC സപ്ലിമെൻ്ററി ലിസ്റ്റ് 4, ധീവര 383, LV 6-ാം റാങ്ക് വരെ, HI 7-ാം റാങ്ക്, LDSIP 4. ഫീമെയിൽ കാറ്റഗറി നിങ്ങൾക്ക് താഴെ കാണാം. ഇത്രയാണ് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് വന്നിരിക്കുന്ന അഡ്വൈസിന്. 477 അഡ്വൈസാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ അതിന് മുമ്പത്തെ ലിസ്റ്റിൽ അഡ്വൈസ് നിലയാണ് നോക്കുന്നത്. അതിൽ ടോട്ടൽ അഡ്വൈസ് 435 അഡ്വൈസ് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകാം. അതിൽ ഏതാനും കാറ്റഗറി മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ഓപ്പൺ കോമ്പറ്റീഷൻ 376 വരെ പോയി, ഈഴവ വിത്തിൻ ഓപ്പൺ കോമ്പറ്റീഷൻ ആയാലും 375, മുസ്ലിം 455, OBC 798, ധീവര 554. ഇത്രയാണ് വന്നിരിക്കുന്നത് നിയമന നില അതിൻ്റെ മുമ്പത്തെ ലിസ്റ്റിൽ. അപ്പോൾ നമുക്ക് അറിയാം 435, പിന്നെ കഴിഞ്ഞ ലിസ്റ്റ് 477 അല്ല, അതിൽ കൂടുതൽ വന്നിട്ടുണ്ട് നമുക്കറിയാം. കാരണം ആദ്യത്തെ വാർത്തയിൽ തന്നെ പറയുന്ന പോലെ കൂടുതലുണ്ട്. ഇനി കഴിഞ്ഞ ലിസ്റ്റിലെ ഓരോ വർഷവും വന്ന നിയമനങ്ങളുടെ നില നോക്കുമ്പോൾ, ആദ്യത്തെ വർഷം 201, രണ്ടാമത്തെ വർഷം 133, മൂന്നാമത്തെ വർഷം 143. രണ്ടാമത്തെ വർഷം മിക്ക ജില്ലയിലും കുറച്ച് കുറവുണ്ട്. മൂന്നാമത്തെ വർഷം ഞാൻ പറഞ്ഞ 143 അല്ല, അതിൽ കൂടുതൽ വരും. സ്വാഭാവികമായിട്ടും അറിയാമല്ലോ, കാരണം അവസാനത്തെ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാലേ നമുക്കറിയുള്ളൂ. ഇത്രയാണ് കോട്ടയത്തെ ഡീറ്റെയിൽസ്. ഇനിയിപ്പോൾ കോട്ടയത്തെ മറ്റ് ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് കിട്ടണം. അത് വെച്ചിട്ട് നമ്മൾ റാങ്ക് ലിസ്റ്റ് റൊട്ടേഷൻ ചാർട്ട് തയ്യാറാക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഓരോ കാറ്റഗറിയിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം. അത്തരം കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാനുണ്ട്. അതുമായിട്ട് ഞാൻ പിന്നീട് നിങ്ങളിലേക്ക് എത്താം. അപ്പോൾ നിങ്ങൾ ഈ ഡാറ്റ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. LGSുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.